അതെ, നന്ദൂട്ടന്റെ ആക്ച്വലി അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഭയങ്കര മനസ്സിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്. നെവർ. കാരണം അല്ലല്ല, അത് നമ്മളായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ വീട് കാര്യങ്ങളുടെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. നന്ദൂട്ടൻ അമ്മ വന്നപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ നന്ദൂട്ടൻ്റെ ഒരു വീട് ഉണ്ടാവണം, ഒരു സ്ഥലം വാങ്ങണം, അവർക്ക് അവരുടെ സ്ഥലം ഒരു ചതുപ്പ് കാര്യങ്ങളൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പേഴ്സണലി ഇപ്പോൾ സംസാരിക്കുന്നത് ശരിയല്ല, എനിക്ക് പേഴ്സണലി പറഞ്ഞ കാര്യം. അപ്പം നമ്മളത് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അത് പെങ്ങളുകുട്ടിക്ക് ഒരു ഭവന പദ്ധതി എന്നുള്ളത് പുറത്ത് വന്നൊരു ഔട്ടായിരിക്കാം. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ കൊച്ചിൻ്റെ വീട് ഉണ്ടാവണം, സ്ഥലം ഉണ്ടാവണം, അവർ സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടന്ന് ഉറങ്ങണം നമ്മൾ അധികമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നമ്മളുമായിട്ട് ഒരുപാട് ദിവസങ്ങൾ അടുത്ത് ഇടപെടുന്ന ആൾക്കാർ അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം നമ്മളെല്ലാവരും ആഗ്രഹിക്കും. അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് അതിന് സങ്കടം തോന്നും. അത് അപ്പം പറഞ്ഞതിനകത്ത് ഇപ്പോഴും ഒരു മാറ്റമില്ല. അത് അന്ന് പറഞ്ഞത് തന്നെയാണ് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നത്. ആ കൊച്ചിന് സ്വന്തമായിട്ടൊരു വീടും സ്ഥലവും കിട്ടണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് സഹതാപനമൊന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ നമ്മൾ തീർച്ചയായിട്ടും നാളെ. പിന്നെ നന്ദൂട്ടൻ എപ്പോഴും അവള് തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കണം ഒരുപാട് ആഗ്രഹമുള്ള ആളാണ്. അതായത് അവളൊരു സ്ഥലം വാങ്ങുമ്പോഴും വീട് വെക്കുമ്പോഴും അവൾ സ്വന്തമായിട്ട് ചെയ്യണം എന്നാണ് അവൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരിക്കലും വോട്ടിന് വേണ്ടി പറയുകയോ വോട്ടിന് വേണ്ടി ചെയ്യുകയോ ആ മൊമെന്റിൽ പറഞ്ഞൊരു കാര്യമല്ല, നമ്മൾ മനസ്സിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോഴും ആ വാചകങ്ങൾക്ക് ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നില്ല, മാറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ പറഞ്ഞതിൽ ഇപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ. സീസൺ 6 അത് ഞാൻ കണ്ടിട്ടില്ല, എപ്പിസോഡ്സ് ഞാൻ കണ്ടിട്ടില്ല. അകത്തുനിന്ന് പല പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്താ പറയണ്ടേ, കോണ്ടന്റ് ഉണ്ടാക്കിയ ആള്, ഉണ്ടാക്കിയെടുത്ത ആള് ജിൻഡോ ബ്രോ ആണ്. ഉണ്ടാക്കുന്നതാണ് കോണ്ടന്റ് ഉണ്ടാക്കി വിഷയങ്ങളല്ല, അത് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളതൊന്നല്ല. ഒരു കോണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒരു MD ആയിട്ട് നിൽക്കുന്ന സ്പേസിൽ നിന്ന് ഒരു കോണ്ടന്റ് ഉണ്ടാക്കിയെടുക്കുക. ജിൻഡോ ബ്രോ ഒരുപാട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ജാസ്മിൻ ആണെങ്കിൽ തന്നെ ഒരുപാട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ട്രോഫിയിൽ വന്ന അർജുൻ ഒരുപാട് എന്താ പറയണ്ടേ, ഒരു ജെന്റിൽമാൻ ഗെയിം കളിക്കുകയും അവനവിടെ ഫിസിക്കൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവനവിടെ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്റെ കാര്യം ഞാൻ പറയുമ്പോഴാണെങ്കിൽ തന്നെയും ഞാൻ ഒരുപാട് പെയിൻ അനുഭവിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എന്റെ തിരിച്ചു വരവിലാട്ട് എന്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ മോശമായിട്ടും എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹത്തിൽ ഞാൻ എന്തൊക്കെയോ അവിടെ ചെയ്യാനായിട്ട് ഞാൻ അവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാര്യം പറയുന്നില്ല കേട്ടോ, അവിടെ ഓരോ ആൾക്കാർ അങ്ങനെ ഓരോ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഈ ഓവറോൾ ഔട്ട് ആണല്ലോ ഈ സീസൺ 6 എന്ന് പറയുന്നത്. അപ്പോൾ 25 പേരും അവരുടെ കോൺട്രിബ്യൂഷൻ അവിടെ കൊടുത്തിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ആരും തന്നെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാത്ത ഒരാൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര അവിടെ പതിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് ഹൗസിനകത്ത് ഉണ്ട്, പക്ഷെ ആ പേര് ഞാൻ പറയുന്നില്ല. ഒരുപാട് ആൾക്കാർ ആക്ട് ചെയ്ത് നിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആക്ട് ചെയ്ത് ഉണ്ട്, ക്യാരക്ടർ ചേഞ്ചസ് ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയുന്നത് മോശമാണ്. കാരണം എനിക്ക് അങ്ങനെ ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരാളെ ഹേർട്ട് ചെയ്യിപ്പിക്കുക ഇല്ല, ക്ലൂ ഇല്ല. നീ ഉദ്ദേശിക്കുന്ന ആളൊക്കെ ശരി.